ബാങ്ക് വിളിക്കാം. അതിൽ തന്നെയാണ് ശംസുൽ ഉലമ ഉറച്ചു നിന്നത്. ആ ശംസുൽ ഉലമ വഫാത്താകുന്ന സമയത്ത് യാസീൻ സൂറത്ത് ഓതിയിട്ട് വഇലൈഹി തുർജഊൻ എന്നുള്ള സ്ഥലത്തേക്ക് എത്തിയപ്പോ ഫാത്തിമ ഹോസ്പിറ്റലിൽ കിടന്ന മഹാനായ ശംസുൽ ഉലമക്ക് കേൾക്കുന്നത് കോഴിക്കോട് പള്ളിയിലെ സുബ്ഹി ബാങ്ക് സ്പീക്കറിലൂടെ കൊടുക്കുന്ന സുബ്ഹി ബാങ്ക്, മൈക്കയിലൂടെ കൊടുക്കുന്ന സുബ്ഹി ബാങ്ക്. ആ മൈക്കയിലൂടെ കൊടുക്കുന്ന സുബ്ഹി ബാങ്കിന് മഹാനായ ശംസുൽ ഉലമ മറുപടി പറയുന്നു. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത് തൗഹീദ് മഹാനായ ശംസുൽ ഉലമ ഉച്ചരിച്ചത് തൊട്ടടുത്ത പള്ളിയിൽ നിന്ന് സ്പീക്കറിലൂടെ കേൾക്കുന്ന ബാങ്കിനിക്ക് മറുപടി കൊടുത്തിട്ടായിരുന്നു. ആലോചിക്കണം. മഹാനായ ശംസുൽ ഉലമ ആദർശത്തിൽ ഉറച്ചു നിന്നു. പക്ഷേ സദഖത്തുൽ ഉസ്താദ് മാറിപ്പോയി. പക്ഷെ സമസ്തക്കെതിരെ അന്ന് അവർ പ്രവർത്തിച്ചില്ല. ഇന്ന് ചില വിഷയങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുമായി ചെറിയൊരു വിഷയങ്ങളൊക്കെ തർക്കങ്ങളുണ്ട്. അതുകൊണ്ടല്ലോ രണ്ടാകുന്നത്. പക്ഷേ 1989 സമസ്ത കേരള ജമിയത്തുൽ ഉലമ പുറത്താക്കിയവരോ പുറത്താക്കപ്പെട്ടവരോ പുറത്തു പോയവരോ അവരെ കൊണ്ടിട്ടാണ് സമൂഹത്തിൽ ഒരേ പള്ളിയിൽ ഒരേ മദ്രസയിൽ 2 ക്ലാസുകൾ, മേലെ തട്ടൊന്ന് താഴെ തട്ടൊന്ന്. അതേപോലെ പാഠപുസ്തകങ്ങൾ ബദലാവണ. ഒരു പള്ളിയിൽ 2 ഖതീബ്, ഒരു മഹല്ലിന് 2 ഖാദി, ഒരു പള്ളിയിൽ 2 ജുമാ. ഇതൊക്കെ നിർവഹിച്ചത്, ഇതൊക്കെ ഉണ്ടാക്കിയതാരാ? 89 ശേഷം. 89 ശേഷമാണ് ഇവരുണ്ടായത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിക്രമിച്ചു. കൂടുതലായി ഞാൻ സംസാരിക്കുന്നില്ല. നേതാക്കന്മാർ ബഹുമാനപ്പെട്ട ബഷീർ ഫൈസി ദേശമംഗലം പ്രഗത്ഭ പ്രാസംഗികൻ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ വേദിയിലേക്ക് എത്തും. തോക്ക ഉസ്താദ് അവറുകളും വേദിയിലേക്ക് എത്തും. അതേപോലെ യോഗം ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട ശൈഖുന സൈനുൽ ആബിദീൻ ശിഹാബ് തങ്ങൾ അവറുകളും നമ്മുടെ പരിപാടിയിലേക്ക് എത്തും. അതിന് മുമ്പ് അല്പസ്വല്പ വിഷയങ്ങളൊക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരൊക്കെ വിശദീകരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അധീനതയിൽ പ്രവർത്തിക്കുന്ന 10,000-ഓളം വരുന്ന മദ്രസകൾ. ഈ 10,000-ഓളം വരുന്ന മദ്രസകളിൽ ഒരു ചെറിയൊരു സാമ്പിൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാം. നമ്മുടെ മദ്രസയുടെ മക്കൾക്ക് 1-ാം ക്ലാസ്സിൽ ഞങ്ങൾ പഠിപ്പിക്കുന്നത് അദബുൻ എന്നുള്ള ഒരു പാഠം. അദബുൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മര്യാദ എന്നാണ്. പക്ഷെ ഈ അദബുൻ എന്നുള്ള വാക്ക് മഹാനായ ശംസുൽ ഉലമ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചത് തന്നെ വലിയ ചിന്തിച്ചിട്ടാണ്. ഇനി എങ്ങനെ വായിച്ചാൽ ഇതിന് അർത്ഥം ഉണ്ടാവും? അദബുൻ ഉൾട്ട വായിച്ചാൽ ബദ, അബദ് ഇതൊക്കെ അർത്ഥമുണ്ട്. എങ്ങനെ വായിച്ചാലും അർത്ഥം. അതേപോലെ ബദ തുടക്കം, അബദ് എന്നെന്നും, അദബ് മര്യാദ, അതേപോലെ അബദ് അദബ് ബദ എങ്ങനെ വായിച്ചാലും ഇതിന് അർത്ഥമുണ്ട്, ആശയം. പക്ഷേ മറുപക്ഷം പഠിപ്പിക്കുന്ന അബുൻ എന്നുള്ള ആ ഒരു പദം എടുത്തിട്ട് നിങ്ങൾ നോക്കൂ. അതിനെ ഉൾട്ട വായിച്ചാൽ ISISന്റെ പ്രവർത്തകനാണെന്ന് പറഞ്ഞിട്ട് പോലീസുകാർ പിടിച്ചോണ്ട് പോകും. ഇതിൻ്റെയൊക്കെ അത് എത്രയാണ്? ഇതൊക്കെ അദബുൻ എന്നുള്ളതായിരിക്കുന്ന വാക്കിന് ആശയമുണ്ട്. അബുൻ എന്നുള്ളതിനൊക്കെ മാറ്റിയിട്ട് നിങ്ങളൊക്കെ ഓതു. നമ്മുടെ മക്കൾ 1-ാം ക്ലാസ്സിന് മദ്രസ മക്കൾക്ക് പഠിപ്പിച്ചാൽ പിറ്റേന്ന് പോലീസുകാർ തനിക്കൊക്കെ ഉണ്ടാവും, എൻ്റെ അവിടെ ബോംബ് പൊട്ടുകയാണ് ഈ മദ്രസന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ ചിന്തിച്ചിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട പണ്ഡിതൻ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പണ്ഡിതന്മാരൊക്കെ മദ്രസയിൽ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്നതും പാഠത്തിൽ ഓരോരോ പാഠങ്ങൾ എന്ത് പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ തീരുമാനിക്കുന്ന ആലോചിച്ചിട്ടാണ്. സന്ദർഭത്തിന് ഒത്തിട്ട് എവിടെ ഏ ക്ലാസ്സിൽ ഏത് പഠിപ്പിക്കണം, എന്ത് പഠിപ്പിക്കണമെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ ആലോചിച്ചിട്ടും ചർച്ച ചെയ്തിട്ടുമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, SKSSFന്റെ പ്രവർത്തകരെ, ഞങ്ങള് സമസ്തക്ക് വേണ്ടി നിലകൊള്ളുക. ഇവിടെ ഈ മരണപ്പെട്ടു പോയ 2 മക്കളുടെ ബാപ്പ പറയുന്നതും കടബയിൽ മരണപ്പെട്ടു പോയ ഷഫീഉള്ളയുടെ ഉമ്മ പറയുന്നതും ഈ സമൂഹത്തിന്റെ പാഠമാണ്. SKSSFന്റെ പ്രവർത്തകർക്ക് ആവേശമാണ്, ഈ സമൂഹത്തിന് ആവേശമാണ്. അതാണ് ആദർശം. ഈ ആദർശത്തിൽ ഉറച്ചു നിൽക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ചിന്ത ആര് പ്രസംഗിക്കുന്നു എന്നെങ്കിൽ ഞാൻ പോവാം എന്നുള്ളതായിരിക്കുന്ന അവസ്ഥകളിലേക്ക് ഞങ്ങൾ വരരുത്. നമുക്കൊരു സംഘടന SKSSF സമസ്ത SKSSFയുടെ പരിപാടി വെച്ചാൽ ആ പരിപാടിയിലേക്ക് ഏത് പ്രാസംഗികൻ വേണമെങ്കിൽ ആവട്ടെ, ആ പരിപാടിയിലേക്ക് കടന്നു ചെല്ലാനുള്ള ഈമാനാണ് നമുക്കുണ്ടാകേണ്ടത്. സമസ്തയുടെ പേരിൽ ഏത് പരിപാടി ഉണ്ടായാലും അവിടെ ആര് വരുന്നു, ആര് ഒരുമിച്ച് കൂടുന്നു എന്ന് ചോദിക്കുന്നതിന് പകരം അത് സമസ്തയുടെ പരിപാടിയാണ് എന്നാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്. അങ്ങനെയാണ്.
അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ബാല്യക്കാരെ, ഇവിടെ ഒരുമിച്ച് കൂടിയവരെ, അടുത്ത് ജനുവരി 26-ന് ബീസ് റോഡിൽ വെച്ച് ദക്ഷിണ കന്നഡ ജില്ലാ SKSSF ಮನುಷ್ಯಜಾಲಿಗ ರಾಷ್ಟ್ರರಕ್ಷಣೆಗೆ ಸೌಹಾರ್ದತೆಯ ಸಂಕಲ್ಪ എന്നുള്ളതുകൊണ്ട് ശാന്തിയിലും സൗഹാർദ്ദത്തിലും ഹിന്ദു മുസ്ലിം ക്രൈസ്തരെ കൈജോടിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രജാപ്രഭുത്വ വ്യവസ്ഥയെ ഞങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കാര്യം, ഒരു പരിപാടി നടത്തുന്നത് 9 വർഷമായി, 9ാമത്തെ വർഷമാണ്. അടുത്ത് ജനുവരി 26-ന് 3 മണിക്ക് ഗൂഡിനപള്ളി പള്ളിയിൽ നിന്ന് നമ്മുടെ മിത്തബയിൽ വരെയുള്ള ഗ്രൗണ്ടിലേക്ക് ആകർഷണീയമായ രീതിയിൽ റാലികളും ദഫുകളും സ്കൗട്ടുകളും അതേപോലെ നമ്മുടെ 1000-ഓളം വരുന്ന ബിഖായയുടെ പ്രവർത്തകരുടെ സുന്ദരമായ റാലി, ഇതൊക്കെ വരുന്നുണ്ട്, ഇതൊക്കെ നടക്കാനുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയപ്പെട്ട ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരൻ, നിങ്ങളും നിങ്ങളുടെ മക്കളും മദ്രസയുടെ പെഞ്ചോമന കുട്ടികൾ, ഇവരൊക്കെ നിങ്ങൾ കൂട്ടിക്കൊണ്ട് വന്ന് നമ്മുടെ ദക്ഷിണ കന്നഡ ജില്ലാ SKSSF നടത്താൻ വേണ്ടി ഉദ്ദേശിച്ച ആ പരിപാടിയെ നിങ്ങളൊക്കെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെയൊക്കെ ആത്മീയ നേതാവും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ കേന്ദ്ര മുഷാവറ അംഗവും ദക്ഷിണ കന്നഡ ജില്ലയുടെ ഖാലിയുമായ ബഹുമാനപ്പെട്ട ശൈഖുന തോഖ ഉസ്താദ് അവറുകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത് 90 വർഷം മുമ്പ് അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ ഈ മേഖലയിലെ ദീനുൽ ഇസ്ലാമിൻ്റെ തനതായ നിൽപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ട് പടുത്തുയർത്തപ്പെട്ട മഹാപ്രസ്ഥാനമാണ്. അത് സാധാരണ സംഘടനകൾ രൂപീകരിക്കപ്പെടുന്നത് പോലെ രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയല്ല. ഇതുവരെ ഉണ്ടാകാത്ത ഒരു പ്രത്യേകമായ ഒരു രൂപത്തിൽ ഉലമാക്കൾ സംഘടിക്കുക എന്നുള്ളതിൽ ദീനുൽ ഇസ്ലാമിൻ്റെ വിധി എന്ത് എന്ന് ശങ്കിച്ചു നിന്നുകൊണ്ട് അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ ലോകത്തുള്ള അല്ലാഹുവിൻ്റെ ഔലിയാക്കളുടെ മജ്ലിസായ ദീവാനുസ് സ്വാലിഹീനുമായി ആലോചിച്ച്, ആ ദീവാനുസ് സ്വാലിഹീൻ ആലോചിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആശീർവാദത്തോടുകൂടെ ദീവാനുസ് സ്വാലിഹീൻ്റെ മാതൃകയിൽ സ്ഥാപിക്കപ്പെട്ട മഹത്തായ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. 1956-ലാണ് ഇന്നത്തെ കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത്. ഈ കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നതിന് 30 വർഷം മുമ്പാണ് ഈ കേരള എന്നുള്ള പദം ഉപയോഗപ്പെട്ടിട്ടുള്ളത്. ഈ കൊച്ചു കേരള ഉദ്ദേശിച്ചു കൊണ്ടിട്ട് അല്ല അന്ന് കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞത്. അന്ന് ഗോവ മുതൽ കൊയിലോൺ വരെ നീണ്ടുകിടക്കുന്ന തീരപ്രദേശങ്ങൾക്ക് മുഴുവനും മലബാർ എന്ന് പറയപ്പെടും എന്നാണ് ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുള്ളത്. ആ അർത്ഥം അതായത് ഉദ്ദേശിച്ചുകൊണ്ടാണ് അന്ന് കേരള എന്നുള്ളൊരു പദം ഉപയോഗിച്ചത്.
അല്ലാതെ ഇന്നത്തെ കേരളമല്ല ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ദീവാനു സ്വാലിഹീനുമായിട്ട് ചർച്ച, അതായത് ആലോചിച്ചു എന്ന് പറയുന്നത് ബഹുമാന്യരായ വരക്കൽ മുല്ലക്കോ തങ്ങളുടെ അടുക്കലാണ് പണ്ഡിതന്മാരെല്ലാം ചേർന്നുകൊണ്ട് ഇങ്ങനെ ഒരു സംഘടന വേണമെന്ന് പറഞ്ഞത്. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ ദീവാനു സ്വാലിഹീനുമായിട്ട് സംബന്ധിക്കുന്ന മഹാനാണെന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്കറിയാവുന്ന കാര്യമാണ്. ബഹുമാനപ്പെട്ടവരുടെ കയ്യാല ദീനുൽ ഇസ്ലാം സ്വീകരിച്ച് റിജാലുൽ ഗൈബിലേക്ക് ഉയർന്നുപോയ മഹാനാണ് ചെറിയ മുഹമ്മദ് എന്ന് പറയുന്ന ആൾ. ഒരു പ്രാവശ്യം ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഹറമിൽ, മക്കത്തെ ഹജ്ജിന് പോയി ഹറമിൽ ഇരിക്കുമ്പോൾ ആകാശത്തിലൂടെ ഇങ്ങനെ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് പറന്നുകൊണ്ട് കഅബയുടെ മുമ്പിൽ, കഅബയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളെ കണ്ടപ്പോൾ ആ ചെറിയ മുഹമ്മദ് എന്നു പേരുള്ള ആ മഹാൻ തങ്ങളുടെ അടുത്ത് വരികയും കുറേ നേരം സംസാരിക്കുകയും, ഞങ്ങൾ ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് ളുഹ്ർ നിസ്കരിച്ചതാണ്, ഇപ്പോൾ അസർ നിസ്കരിക്കാൻ വേണ്ടി ഹറമുൽ മക്കിയിലേക്ക് വന്നതാണെന്ന് പറഞ്ഞിട്ട് സംസാരിച്ചു. അങ്ങനെ ദീവാനു സ്വാലിഹീനുമായിട്ട് സംബന്ധിക്കുന്ന മഹാനായിരുന്നു വരക്കൽ മുല്ലക്കോയ തങ്ങൾ. ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ ആലോചിച്ചത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ സഭയുമായിട്ടാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ സഭയിലേക്ക് മെമ്പർമാരെ എങ്ങനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം പറയും. ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ദബ്ബാഖ് റളിയല്ലാഹു അൻഹു അവർകൾ അരിയുളിയതായി ഇബ്രീസിൽ ഹാഫിദ് അഹ്മദ് ബിൻ മുബാറക് റഹ്മഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സംഭവം. ഒരു നാട്ടിൽ വലിയ ഒരു ഷെയ്ഖ് പ്രത്യക്ഷപ്പെട്ടു. ഒരു നാട്ടിൽ ഒരു ഷെയ്ഖ് എന്ന പേരിൽ ഒരാൾ പ്രസിദ്ധനായി. അപ്പോൾ ഷെയ്ഖിനെ തേടി നടക്കുന്ന ഒരാൾ ഒരു കുഗ്രാമത്തിലുണ്ടായി. അയാളുടെ പേര് അബ്ദുറഹീം. ഇങ്ങനെ ഷെയ്ഖിനെ പറ്റി കേട്ടപ്പോൾ അയാൾക്കുള്ളതെല്ലാം വിറ്റിട്ട് ഒരു കെട്ടിലാക്കി ആ ഷെയ്ഖിനെയും തേടി പുറപ്പെട്ടു. കാരണം അദ്ദേഹത്തിലൂടെ തൗബ ചെയ്തിട്ട് അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് പോകാം. അങ്ങനെ എല്ലാം വിറ്റ് ഒരു ഭാണ്ഡവുമായിട്ട് ഈ ഷെയ്ഖിൻ്റെ അടുത്തേക്ക് വളരെ മൈലുകൾ താണ്ടി അങ്ങനെ യാത്രയായി പുറപ്പെട്ട് അങ്ങനെ അവസാനം വീടിൻ്റെ അടുക്കലേക്ക് എത്തിയപ്പോൾ, ഈ ഷെയ്ഖിൻ്റെ വീടിൻ്റെ മുറ്റത്തേക്ക് എത്തിയപ്പോൾ അകത്തു നിന്ന് വിളി കേൾക്കുന്നു, അബ്ദുറഹീം താൻ, അബ്ദുറഹീമേ വാ എന്ന് പേര്. ഈ ഷെയ്ഖിൻ്റെ, ഈ കപട ഷെയ്ഖിൻ്റെ ഖാദിമിൻ്റെ പേരും അബ്ദുറഹീമായിരുന്നു. ഈ വന്ന ആളുടെ പേരും അബ്ദുറഹീം എന്നായിരുന്നു. വന്ന ആൾക്കാണെങ്കിലോ മാഷാ അല്ലാഹ്, ഞാൻ എത്തുന്നതിന് മുമ്പ് തന്നെ ഷെയ്ഖ് അകത്ത് നിന്ന് എൻ്റെ പേര് വിളിച്ചല്ലോ എന്നുള്ള അങ്ങേറ്റത്തെ സന്തോഷം. അങ്ങനെ വേഗം തന്നെ ഈ വന്ന ആൾ റൂമിലേക്ക്, ഷെയ്ഖിൻ്റെ റൂമിലേക്ക് കടന്നു നോക്കുമ്പോൾ ആ ഷെയ്ഖ് ഒരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ അബ്ദുറഹീം എന്ന പേര് കേട്ടിട്ട് വന്ന ആളെ കണ്ടപ്പോൾ അയാളൊന്ന് ഞെട്ടി. എന്താണ്? അപ്പൊ പറഞ്ഞു, ഞാനാണ് അബ്ദുറഹീം. എന്താ വന്ന്? ഞാൻ തൗബ ചെയ്യാൻ വേണ്ടി വന്നതാണ്. പെണ്ണിന്റെ കൂടെ കണ്ടത് ഇയാള് എന്നെ ഷെയ്ഖ് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും എന്ന് ധരിച്ചു. കണ്ണിനെ വിശ്വസിക്കുകയില്ലെങ്കിലും ഞാൻ എൻ്റെ ഷെയ്ഖിനെയാണ് വിശ്വസിക്കുക എന്ന തത്വത്തിലൂടെ അയാൾ പറഞ്ഞു, ഞാൻ അങ്ങയുടെ കയ്യാലെ തൗബ ചെയ്ത് ഈ മാർഗത്തിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് വന്നതാണ്. ആ കെട്ടിലെന്താണ്? ആ കയ്യിൽ അതെന്താ? അത് എൻ്റെ സമ്പത്തെല്ലാം ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്.
എന്നാ അതെവിടെ വെച്ചോ, നീ പോയിക്കോ, ആ തോട്ടത്തിൽ ജോലി ചെയ്തോ. ഒരു തോട്ടം, അയാളുടെ ഒരു തോട്ടം ചൂണ്ടിക്കാണ്ടിട്ട് പറഞ്ഞു, ആ തോട്ടത്തിൽ പോയി നീ ജോലി ചെയ്തോ. ആ പറഞ്ഞതുപോലെ ആ സമയം, ആ നിമിഷം പോയി ആ തോട്ടത്തിൽ അയാൾ ജോലി തുടങ്ങി. ഇത് ഷെയ്ഖിന്റെ കൽപ്പനയാണെന്ന് ധരിച്ച് അള്ളാഹുവിന്റെ വജീനെ കരുതി അയാൾ ചെയ്യുകയാണ്. വേറൊന്നും ആ മനുഷ്യന്റെ ഹൃദയത്തിലില്ല. പിന്നെ അള്ളാഹു കൽപ്പിച്ച ആ ഫർളായ കാര്യങ്ങളും അതും ഇതൊക്കെ വേണ്ടതുപോലെ നിർവഹിക്കും. തോട്ടത്തിൽ രാത്രിയും പകലും അയാൾ അധ്വാനിച്ച് വർഷങ്ങളോളം ഈ അവസ്ഥയിൽ തുടർന്നു. അവസാനം ആ തോട്ടം സ്വർഗം പോലെ ആയിത്തീർന്നു. അത്രയും മഹത്തായ തോട്ടം. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഔലിയാക്കളാകുന്ന ദീവാനു സാലിഹീനിലെ ഒരാൾ മരണത്തോടടുത്ത് വരികയാണ്, മരിക്കാനാവുകയാണ്. ഈ സമയത്ത് ചുറ്റുപാടുമുള്ള ഔലിയാക്കളെല്ലാം വന്ന് ചോദിച്ചു, എന്താണ് പോകാറായല്ലോ, അങ്ങയുടെ സിർറ് വെക്കാൻ വേണ്ടിയിട്ട് ഒരാളത് ഇതുവരെ തെരഞ്ഞെടുത്തിട്ടില്ലല്ലോ. അപ്പൊ പറഞ്ഞു, വരട്ടെ. അവസാനം അർഹത്തിന്റെ ഹാലിലേക്ക് എത്താനായി എന്നായപ്പോ ആ ആള് പറഞ്ഞു, മറ്റുള്ള ഔലിയാക്കളോട് പറഞ്ഞു, അതാ ആ തോട്ടത്തിൽ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനെ പോലെ ശുദ്ധമായ, അതിനേക്കാൾ ശുദ്ധമായ ഒരു മനസ്സ് ഈ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നു. അള്ളാഹുവിന്റെ ഔലിയാക്കളെല്ലാം കൂടി ലോകത്തെല്ലാവരുടെ മനസ്സിനെയും ശ്രദ്ധിച്ചു നോക്കിയിട്ട് അവസാനം പറഞ്ഞു, ആ തോട്ടത്തിലെ ആ മനുഷ്യൻ്റേത് പോലുള്ള ശുദ്ധമായ ഹൃദയം വേറെ ലോകത്ത് ഒരാളിലുമില്ല. അപ്പോൾ അത് കേൾക്കലും ഇദ്ദേഹം പറഞ്ഞു, എൻ്റെ സിർറിത ഞാൻ ആ മനസ്സിൽ വെച്ച് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് യാത്രയാവുകയും ചെയ്തു. ഇങ്ങനെയാണ് ദീവാനു സാലിഹീൻ ഒരു വലിയ മരിച്ചാൽ ആ ദീവാനു സാലിഹീനിലേക്ക് മറ്റൊരു വലിയനെ റിക്രൂട്ട് ചെയ്യപ്പെടുന്നത്. എങ്ങനെയാണ്? ഇതേ രൂപത്തിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായിലേക്ക് അതിൻ്റെ മുഷാവറയിലേക്ക് ആലിമീങ്ങളെ തെരഞ്ഞെടുക്കപ്പെടുന്നത്. അങ്ങനെ ഈ മേഖലയിലുള്ള ചുറ്റും, അതായത് അന്ന് കേരളം മാത്രമായിരുന്നു ഒതുങ്ങുന്നു എങ്കിൽ കർണാടകയിൽ നിന്ന് ആളെ എടുക്കേണ്ടതില്ല. ഈ മേഖലയിൽ മുഴുവനും ചുറ്റി സഞ്ചരിച്ച് നോക്കി 40 ആളുകളെ തെരഞ്ഞെടുത്തു. പിന്നെ അതിൽ ഓരോരുത്തർ മരിക്കുമ്പോഴും ആ സ്ഥാനത്തേക്ക് ആ ദീവാനു സാലിഹീന്റെ മാതൃകയിൽ മഹാത്മാക്കളെ തെരഞ്ഞെടുക്കുന്ന അതേ സമ്പ്രദായത്തിലൂടെ. കാരണം ഈ ദീനിൽ പുതുതായി ഉണ്ടാക്കപ്പെടുന്ന ഒരു സംഘടനയല്ല ഇത്. ദീവാനു സാലിഹീനിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത് പോലെ ആളുകളെ തെരഞ്ഞെടുക്കുന്ന മഹത്തായ ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന് എവിടെയും ഇല്ലാത്ത, ലോകത്ത് എവിടെയും മറ്റൊരു സംഘടനകൾക്കും ചെയ്യാൻ കഴിയാത്ത വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ലോകം ചുറ്റി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലോകത്ത് ചുറ്റി നോക്കിയാൽ നമുക്ക് ആ കാര്യം മനസ്സിലാക്കും. അതായത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതായത് ഉള്ളത് കൊണ്ട് ഈ മേഖലയിലുണ്ടായ നേട്ടങ്ങൾ പോലെ മറ്റൊരു സ്ഥലത്തും ദീനിയായ നേട്ടങ്ങൾ ഉണ്ടായിട്ടില്ല. കാരണം ഇത് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ അതായത് 1921 അതുവരെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ ദീനുൽ ഇസ്ലാം എത്തിയ ഈ നാടുകളിൽ മാലിക്കുദ്ദീനാറിന്റെയും ചേരമാൻ പെരുമാൾ റളിയല്ലാഹു അൻഹുമായുടെയും ഉപദേശങ്ങളനുസരിച്ച് ഇവിടുത്തെ ദീനിന്റെ കാര്യങ്ങളെല്ലാം ചിട്ടപ്പെടുത്തി അതങ്ങനെ തുടർന്നു പോയിക്കൊണ്ടിരുന്നു. 1921 ആയപ്പോഴാണ് പുറത്തു നിന്നുള്ള ചുവന്ന കാറ്റുകൾ ഇങ്ങോട്ട് അടിച്ചു വീശാൻ തുടങ്ങിയത്. ആ അവസരത്തിലാണ് വരക്കൽ മുല്ലക്കോയ തങ്ങളും അനുചരന്മാരും ആലോചിക്കുന്നത്, ഇങ്ങനെ പോയാൽ ഇവിടെ ദീനുൽ ഇസ്ലാം നിലനിൽക്കുകയില്ല. കാരണം ഓരോ കാറ്റടിച്ച് വന്നുകൊണ്ട് ദീനുൽ
മുസ്ലിമീങ്ങളുടെ ഈമാനിനെ തട്ടിക്കൊണ്ടുപോകും, റാഞ്ചിക്കൊണ്ടുപോകും. ദീനുൽ ഇസ്ലാമിൻ്റെ അതിൻ്റെ തനതായ രൂപത്തിൽ ഇവിടെ നിലനിൽക്കപ്പെടാൻ ഒരു സംവിധാനം വേണം എന്ന് ആലോചിച്ചു കൊണ്ടിട്ടാണ് രൂപീകരിക്കുന്നത് ഈ ദീവാനുസ് സാലിഹീൻ്റെ മാതൃകയിൽ. അതുള്ളത് കൊണ്ട് നോക്കണം, ഇന്ന് ഇവിടെ 10,000-ത്തിലധികം മദ്രസകൾ ഈ മേഖലയിൽ അത് നടക്കുന്നുണ്ട്. സമഗ്രമായ ശാസ്ത്രീയമായ രൂപത്തിൽ 10,000-ത്തോളം വരുന്ന മദ്രസകൾ, അറബി മദ്രസകൾ ഇവിടെ അത് നടത്തി പരിപാലിച്ചു പോകുന്നുണ്ട്. ഈ മദ്രസയുടെ ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി. അതായത് ഞാൻ സലാലയിൽ പോകുമ്പോൾ, സലാല എന്ന് പറയുന്നത് അവിടെ താക്ക എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. സലാല അന്ന് ലഫാർ, പഴയ കാലത്ത് ആ നാടിൻ്റെ പേര് ലഫാർ എന്നും ഇന്ന് സലാല എന്നും അറിയപ്പെടുന്ന ആ നാട്. പോയ കാലഘട്ടത്തിൽ 40 വർഷം മുമ്പ് 1978-ലാണ് ഞാൻ അവിടെ കാലുകുത്തുന്നത്. ആ സമയത്ത് ആ നാട് മുഴുവനും അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളനുസരിച്ച് നടക്കുന്ന ഒരു നാടായിരുന്നു. ഈ മേഖലയിലും കേരളത്തിലെയും മുസ്ലിമീങ്ങൾ എങ്ങനെയായിരുന്നോ അങ്ങനെയായിരുന്നു എല്ലാം. അതായത് എല്ലാ പള്ളികളിലും വെള്ളിയാഴ്ച രാത്രിയായാൽ ഇത് മൗലിദ് പാരായണം ഉണ്ടാകും. അതേ പ്രകാരം തന്നെ സിയാറത്തും ആണ്ട് നേർച്ചകളും ഇതൊക്കെ ആ നാട്ടിലുണ്ടാകും. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ചേരമാൻ പെരുമാൾ റളിയല്ലാഹു അൻഹു അവരുടെ ആണ്ട് നേർച്ചയിൽ എന്ന് പറഞ്ഞാൽ അവിടെ മഴ ഏതെങ്കിലും ദിവസത്തിൽ ഏതെങ്കിലും ഒരു വർഷം പിന്തിപ്പോയാൽ സലാലക്കാർ മുഴുവനും പോവും. എവിടെ? ചേരമാൻ പെരുമാൾ റളിയല്ലാഹു അൻഹുവിൻ്റെ മഖ്ബറയിൽ പോയിട്ട് മഴയ്ക്ക് വേണ്ടി ദ്വാർക്കും. അങ്ങനെ ദ്വാ കഴിയുമ്പോഴേക്ക് തന്നെ മഴ ആരംഭിച്ചിട്ടുണ്ട്. കാരണം എന്തേ? ബഹുമാനപ്പെട്ട മാലിക് ദീനാർ റളിയല്ലാഹു അൻഹും ചേരമാൻ പെരുമാളും രണ്ടാമതും തിരിച്ചിങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്, ഇവിടെ പള്ളികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരാനിരിക്കുമ്പോൾ സലാലയിലെത്തിയപ്പോൾ സലാലയുടെ ജനങ്ങളോട് പറഞ്ഞു, ഞാൻ ഇവിടെ താമസിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ സലാലക്കാരായ ജനങ്ങൾ പറഞ്ഞു പറ്റൂല. അപ്പൊ രാജാവായ ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടത് ഞാൻ തരാം. കാരണം അത്രയും വലിയ ആമാടകൾ നിറച്ച പെട്ടികളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് ബഹുമാനപ്പെട്ടവരെ ചരിത്രത്തിൽ കാണാം. നിങ്ങൾക്ക് വേണ്ടത് തരാം, എന്നെ ഇവിടെ താമസിക്കാൻ അനുവദിക്കണം. അപ്പോൾ അവർ കളിയാക്കിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ആകാശത്തിൽ മഴയും അതേപ്രകാരം ഞങ്ങളുടെ കടലിൽ നിറയെ മത്സ്യവും മീനും വേണം. അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അതായത് അള്ളാഹിൻ്റെ ഖജനാവിൽ ഒന്നിനും കുറവില്ല, നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാം എന്ന് പറഞ്ഞ് കൈ ഉയർത്തിയിട്ട് പ്രാർത്ഥിച്ച്, പടച്ചവനെ ഈ നാട്ടിലും മഴ വേണം, ഈ കടൽ നിറയെ മത്സ്യവും വേണം എന്ന് ദുആ ചെയ്തതുപോലെ തന്നെ അതായത് മഴ വർഷിക്കലായി. നമ്മുടെ നാട്ടിൽ മൺസൂൺ ആരംഭിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ സലാലയിലേക്കും മൺസൂൺ എത്തലായി, മഴയായി. ഇത് ഗൾഫിൽ വേറെ ഒരു നാട്ടിലുമില്ല. അതേപ്രകാരം തന്നെ ഇത്രയധികം മത്സ്യം കോരിയെടുക്കുന്ന, മത്തി കോരിയെടുക്കുന്ന നാട് വേറെ നമ്മൾ കണ്ടിട്ടില്ല. ചില അവസരങ്ങളിൽ വെറും കൈയോടെ മീൻ പിടിക്കാൻ കഴിയും, അത്രമാത്രം മത്സ്യത്തിൻ്റെ ആധിക്യമുള്ള കടലാണ് ഒമാനിൻ്റെ കടൽ. അപ്പൊ ഇത് അവരുടെ ചൊല്ലിൽ തന്നെ കേൾക്കാം, ചൊല്ലിൽ കാണാം. എന്തെന്ന്? മലബാറിൽ നിന്ന് സാമൂതിരി രാജാവ്, സാമൂതിരി രാജാക്കന്മാർക്ക് നമ്മൾ അവിടെ പറയപ്പെടും. സാമൂരി മലബാറിൽ നിന്നിട്ട് മഴയും മത്തിയും കൊണ്ടുവന്നു എന്ന ചൊല്ല് ഇന്നും അവരുടെ ഭാഷയാണ്. എന്നാലോ അങ്ങനെ നമ്മൾ പോയ സമയത്ത് ഇതായിരുന്നു അവസ്ഥ. മഴ പിന്തിയാൽ എല്ലാവരും പോകും. ഒരു പ്രാവശ്യം ഞാനും പോയിട്ടുണ്ട്. ആ മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള ദുആയിൽ ബഹുമാനപ്പെട്ട ചേരമാൻ പെരുമാൾ റളിയല്ലാഹു അൻഹുവിൻ്റെ മഖ്ബറയിൽ പോയിട്ട് ഈ ഉള്ളവനും കൂടിയിട്ടുണ്ട്. എന്നാൽ അങ്ങനെയൊക്കെ നടന്നു വരുന്നിരുന്ന, അതായത് എല്ലാ പള്ളികളിലും ഖുത്ബാക്ക് മുമ്പ് വാളെടുത്ത് കൊടുക്കുന്ന സമ്പ്രദായം അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ ഉണ്ടായിരുന്ന നാട്
അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അവിടുത്തെ സുൽത്താൻ്റെ ഉമ്മ പണിത പള്ളിയിലാണ് ഇമാമും ഖത്തീബുമായിട്ട് ജോലി ഏറ്റെടുത്തത്. ആ പള്ളിയുടെ ഉദ്ഘാടനം തന്നെ മൗലൂദ് ഓതിയിട്ടാണ്, മൗലിദ് പാരായണം ചെയ്തിട്ടാണ്. അന്നത്തെ ഉദ്ഘാടനത്തിൽ സുൽത്താൻ ഒഴിച്ച് ബാക്കിയുള്ള നേതാക്കന്മാരൊക്കെ വന്നിട്ടുണ്ട്. ആ സദസ്സിൽ ഇങ്ങനെ മൗലിദ് കൊണ്ട് പാരായണം ചെയ്ത് തുടങ്ങുന്നത് കണ്ടപ്പോൾ എനിക്ക് വലിയ ആശ്ചര്യം തോന്നി. കാരണം മറുവശത്ത് സൗദി അറേബ്യയിൽ നിന്ന് കൊണ്ടിറക്കപ്പെട്ട ദാറുൽ ഇർഷാദിൻ്റെ ആളുകളും അവിടെ ഉണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് ശരിക്കും വഹാബിയത്ത് അവിടെ പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ മൗലിദിൻ്റെ ഇടയിൽ തന്നെ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഈ മൗലിദും നിങ്ങളുടെ ഈ സമ്പ്രദായങ്ങളും ഒക്കെ ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഇങ്ങനെ പോയാൽ ഇത് നിലനിൽക്കുകയില്ല. ഇത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കേരളത്തിൽ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളും അനുചരന്മാരും ഉണ്ടാക്കിയതുപോലുള്ള ഒരു ഉലമാഇന്റെ സംഘടന നിങ്ങളിവിടെ ഉണ്ടാക്കണം, എന്നിട്ട് അതിവിടെ നിലനിർത്താനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്നവർ പറഞ്ഞപ്പോൾ അവിടെയുള്ള ഉലമാക്കളെല്ലാം വന്നിട്ട് ചുവട്ടിൽ പറഞ്ഞു, എൻ്റെ ചുവട്ടിൽ അഹ്സൻതാന്ന്, നീ പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ്. പക്ഷെ അവിടെ സ്വതന്ത്രമായിട്ടൊന്നും ആർക്കും ചെയ്യാൻ കഴിയില്ല, ഗവൺമെൻറ്റിൻ്റെ ഇതോടുകൂടെ മാത്രമേ ചെയ്യാൻ കഴിയൂ. അങ്ങനെ അവിടെ ചെയ്തില്ല. പക്ഷെ ഇങ്ങനെ അവസാനം ഞാൻ 32 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഈ ഒരു പള്ളി, അതായത് 3 പള്ളിയിലൊഴിച്ച് ബാക്കി സലാലയിലെ ആയിരക്കണക്കായ പള്ളികൾ ഒരു പള്ളിയിലും എന്താണ് മൗലിദ് എന്നുള്ളതില്ല. അതേ പ്രകാരം തന്നെ ബാക്കി ഇന്നത്തെ തലമുറക്ക് മഴ പിന്തിയാൽ ചേരമാൻ പെരുമാളിൻ്റെ മഖബറയിൽ പോയിട്ട് മഴയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളത് ഇന്നത്തെ കുട്ടികൾക്ക് അറിയേയില്ല. അതേ പ്രകാരം തന്നെ ഓരോ കാര്യങ്ങൾ ഒരു പള്ളിയിലും ഇന്ന് ഖുത്ബാക്ക് മുമ്പ് വാളെടുത്ത് കൊടുക്കുന്ന അവസ്ഥ ഒരു സമ്പ്രദായമില്ല, എല്ലായിടത്തും ആകെ മാറി. പക്ഷെ ഇതെന്തുകൊണ്ട് മാറി? ഇങ്ങനെ ഓരോ നാട്ടിൻ്റെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും ദീനിൻ്റെ കാര്യങ്ങൾ വരുമ്പോഴും അപ്പോൾ അതായത് സമുദായത്തിന് മുസ്ലിമീങ്ങളെ ബോധവാന്മാരാക്കി അതവിടെ നിലനിർത്താനുള്ള ശ്രമിക്കുന്ന പണ്ഡിതന്മാർ ഇല്ലാതെ പോയതാണ്. അങ്ങനെയുള്ള ഒരു സംഘടന ഇല്ലാതെ പോയതാണ്. ആരെന്ത് വന്ന് പറഞ്ഞാലും എന്താണ് അതുപോലെ പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. അത് നമ്മൾ മനസ്സിലാക്കണം, നോക്കണം. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ബോംബെയിലെ കുളത്തിന് മുകളിലുള്ള ഷാഫി മസ്ജിദ് വലിയ മിനാർ, ബോംബെയിലെ ഏറ്റവും വലിയ പള്ളി അന്ന്, അവിടെ എന്താണ് ഇതുപോലെ തന്നെ നമ്മൾ ഷാഫി മദ്ഹബ് അനുസരിച്ച് ഖുത്ബാക്ക് മുമ്പ് വാളെടുത്ത് കൊടുക്കലും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു പ്രാവശ്യം എന്താണ് അറേബ്യയിൽ നിന്ന് ഒരു ഇമാമ് വന്ന് ഖുത്ബ ഓതാൻ ഒരു ദിവസം. അപ്പോൾ ഖുത്ബ ഓതാൻ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മുഅദ്ദിൻ മാഷറ വിളിച്ചിട്ട്, അതായത് വാളെടുത്തോ അല്ലെങ്കിൽ വാളോ വടിയോ എടുത്തു കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ വരുമ്പോൾ ആ പുതുതായി അന്ന് വന്ന ആ ഇമാമ് പറഞ്ഞു, ഇതെന്ത് ഇങ്ങനെയുള്ളതൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ആ വാള എടുത്തത് അവിടെ താഴെ വെപ്പിച്ചു. അയാൾ കയറിപ്പോയി. അന്നു മുതൽ ആ പള്ളിയിൽ എന്തില്ല, പിന്നെ ഖുത്ബാക്ക് മുമ്പ് വാളെടുത്ത് കൊടുക്കുക എന്നുള്ള ഒരു സംഭവം ബോംബെ ജുമാ മസ്ജിദിലില്ല. ഇതെന്തുകൊണ്ട് ബോംബെയിൽ സംഭവിച്ചു? ഇവിടെ വന്നിട്ട് ഈ ജഡിയാറിലെ പള്ളിയിൽ വന്നിട്ട് ഏതെങ്കിലും ഒരു ഇമാമ വന്നിട്ട് പറയുന്നു, അതായത് ഇനിയിപ്പോൾ വാളെടുക്കാൻ വേണ്ട എന്ന് പറഞ്ഞാൽ ഈ ജഡിയാറിലെ ജനങ്ങൾ വിടുവാ സഹോദരന്മാരെ? കാരണം അല്ല, നമ്മളിത് ഇത്രയും കാലമായി എടുത്തു പോകുന്ന ഒരു സുന്നത്ത്, അതിന് ഒറ്റ അടിക്ക് ഒരാൾ വന്നിട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ ചെയ്യാൻ മാത്രം പ്രാധാന്യമില്ലാത്ത കാര്യങ്ങളാണോ ഞങ്ങൾ ചെയ്യുന്നത് എന്ന് പ്രതികരിക്കാനുള്ള ശേഷി സമുദായം ഇവിടെ ഉണ്ടാക്കും. ഈ പ്രതികരണ ശേഷി നമ്മളിൽ ആരാണ് നിലനിർത്തിയത്? ആ ദീനീ സംരക്ഷണത്തിന് വേണ്ടി, ദീനിൻ്റെ തനിമ സൂക്ഷിക്കുന്നതിന് വേണ്ടി ചേരമാൻ പെരുമാൾക്കും അതേപോലെ മാലിക്കുദ്ദീനാർക്കും ശേഷം
921 ശേഷം നമ്മളിലേക്ക് കടന്നു വന്നിട്ടുള്ള ദീവാനു സാലിഹീന്റെ രൂപത്തിൽ സംഘടന രൂപീകരിച്ചുകൊണ്ട് മുമ്പോട്ട് വന്നിട്ടുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നമുക്ക് പഠിപ്പിച്ചത് കൊണ്ട് ആണ് ഈ പ്രതികരണ ശേഷി നമ്മളിൽ ഇന്നും അവശേഷിക്കുന്നുണ്ട്. അങ്ങനെ ബോംബെയിൽ ഇല്ലാത്തതുപോലെ ഇവിടെയും ഇല്ലായിരുന്നെങ്കിൽ ഇവിടത്തെയും അവസ്ഥ അതുപോലെ ആയിരുന്നു സഹോദരന്മാർ. എന്തിനവസാനം? അതപ്പോൾ ഈ അവസാന കാലഘട്ടം വന്നപ്പോൾ, ഞാൻ തിരിച്ചു വരാനുള്ള കാലഘട്ടം വന്നപ്പോഴാണല്ലോ വലിയ അറേബ്യ എന്നും അതുപോലെ മറ്റു പ്രത്യയശാസ്ത്രങ്ങളൊക്കെ പുറപ്പെട്ടുകൊണ്ട്, അതായത് സ്കൂളിൽ നിന്നിട്ടുള്ള ദീനിയായ കാര്യങ്ങളെല്ലാം പുറത്തു കളയിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. ഇന്ന് ഒരു യൂണിവേഴ്സിറ്റിക്കും അവരുടെ പഠന വിഷയങ്ങൾ തയ്യാറാക്കാൻ കഴിയില്ല. പാശ്ചാത്യ വിദ്യാഭ്യാസ വിചക്ഷണരുടെ സ്വാധീനം ഇല്ലാതെ അവർ വന്നിട്ട് നിർണയിച്ചു തരും, ഇത് വേണ്ട, അതായത് ഇസ്രായേലിന് പറയുന്ന ഭാഗങ്ങൾ വേണ്ട. അതേ പ്രകാരം തന്നെ മറ്റ് ഇത് എറിഞ്ഞു കൊല്ലണം എന്ന് പറയുന്ന ഭാഗങ്ങൾ വരുമ്പോൾ അത് വേണ്ട. അതേ പ്രകാരം തന്നെ ജിഹാദിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് എല്ലാം വെട്ടിച്ചുരുക്കിയിട്ട് ഒരു രൂപത്തിലുള്ള സിലബസാണ് ഇന്ന് അസ്ഹറിൽ തന്നെ. ഇന്ന് പഠിക്കാതെ അത് ഒരു ഖുറാസ പഠിച്ചാൽ അവൻ ആഴമായി തീർന്നു എന്നുള്ള അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് സാധനം. ഇങ്ങനെ സിലബസ് നിർമ്മിക്കുന്നിടത്ത് വന്നിട്ട് ഒന്നും, അതായത് ഉലമാക്കൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം വന്നപ്പോൾ എല്ലാ നാടുകളിലെയും ആലിമീങ്ങൾ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കരയുന്നത് ലബനാനിലെയും സിറിയയിലെയും ഈജിപ്തിലെയും ലഫാറിലെയും ഒമാനിലെയും യമനിലെയും ഒക്കെ ആലിമീങ്ങൾ കരയുന്നു, ഞങ്ങളെ ദീനിയായ വിദ്യാഭ്യാസം പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ അവരോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവരോട് സംസാരിച്ചു കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, എന്തിന് നിങ്ങൾ കരയുന്നു? അതായത് എന്ത് ലോകത്ത് എന്ത് സംഭവിച്ചാലും ശരി, ഉലമാക്കൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം അതിനെ മനസ്സിലാക്കി അത് ചികിത്സിക്കാൻ, കാലോചിതമായ രൂപത്തിൽ അത് ചികിത്സിക്കാൻ വേണ്ടി മുമ്പോട്ട് വന്നാൽ ഒന്നും ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സ്കൂളിൽ നിന്ന് മതവിദ്യാഭ്യാസം എടുത്തപ്പെട്ടു എന്നുള്ളതുകൊണ്ട് നിങ്ങൾ കരയുന്നത് എന്തിന്? അതായത് സ്കൂളിലെ വിദ്യാഭ്യാസം ഒരു ദിവസം 5 മണിക്കൂർ മാത്രമാണ്. അതും 5 ദിവസം 5 മണിക്കൂർ മാത്രമാണ്. ബാക്കി 19 മണിക്കൂറും നമ്മുടെ കയ്യിലുണ്ട്. അത് വേണ്ട പോലെ നമ്മൾ ഉപയോഗിച്ചാൽ മതി. അതിൽ നിന്ന് 1-2 മണിക്കൂർ എടുത്തുകൊണ്ട് ദീനീ വിദ്യാഭ്യാസം പഠിപ്പിക്കാനുള്ള സംവിധാനം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഭയപ്പെടാനൊന്നുമില്ല. നോക്കുക, ഞങ്ങളുടെ കേരളത്തിൽ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഉണ്ടാക്കി തന്ന ആ മഹാമാതൃക ഇന്ന് 10,000-ഓളം മദ്രസകൾ അവർ നിയന്ത്രിച്ച് ഗവൺമെന്റിനെ പോലും നാണിപ്പിക്കുന്ന രൂപത്തിൽ, അത്രയും സമഗ്രവും ശാസ്ത്രീയവുമായ രൂപത്തിൽ ദീനീ വിദ്യാഭ്യാസത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവർ ചെയ്തു തീർത്തിട്ടുള്ള ഈ മഹത്തായ ക്രോഡീകരണം നിങ്ങളും ചെയ്താൽ മതി. ആ 2 മണിക്കൂർ ദീനീ വിദ്യാഭ്യാസം നൽകാനുള്ള സംവിധാനം പണ്ഡിതന്മാരാകുന്ന നിങ്ങൾ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് കരയേണ്ടി വരില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴും പറഞ്ഞു അവർക്ക് അതങ്ങനെ ചെയ്യണമെങ്കിൽ ഗവൺമെന്റിന്റെ സമ്മതം വേണം. അവർ അത് ചെയ്തില്ല. ഇപ്പോൾ അത് നിരകിക്കുന്നു. അതാണ് ഉലമാക്കൾ എവിടെയും എന്ത് പ്രശ്നം വന്നാലും അപ്പോൾ അതനുസരിച്ച് അതിനെ ചികിത്സിക്കാൻ വേണ്ടി മുമ്പോട്ട് വന്നാൽ എന്ത് പ്രശ്നമുണ്ടായാലും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടാനില്ല. അങ്ങനെ നീങ്ങാതെ പോയാലോ എല്ലാം അവർക്ക് നഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ അതാണ് ബഹുമാന മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉള്ളത് കൊണ്ട് ദീനുൽ ഇസ്ലാം നമ്മളുടെ ഇടയിൽ നിലനിൽക്കുന്നു. അപ്പോൾ അതിനെ ദീനുൽ ഇസ്ലാം ഇവിടെ അതിൻ്റെ തനതായ രൂപത്തിൽ നിലനിൽക്കണമെന്ന് ആരെല്ലാം ആഗ്രഹിക്കുന്നുണ്ടോ അവരുടെ ഒക്കെ കടമയാണ്. എല്ലാവരെയും ആഗ്രഹിക്കേണ്ടതും കടമയാണ്. അവരെയൊക്കെ കടമയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ശക്തിപ്പെടുത്തലും അതിനെ എത്ര കണ്ടിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുമോ അത്ര കണ്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത്. ഈ ഡെമോക്രാറ്റിക്കൽ വ്യവസ്ഥയുടെ കാലത്ത്, ജനകീയമായിരിക്കുന്ന വ്യവസ്ഥകളുടെ കാലഘട്ടത്തിൽ
ഇന്ന് ഓരോ സംഘടനകളുടെ ശക്തിയും അതിൻ്റെ പ്രതാപവും ലോകത്തിനു മുമ്പ് കാഴ്ചവെച്ചുകൊണ്ട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ഇന്നത്തെ ഏറ്റവും വലിയ ഒരു കാര്യമാണ് അതിൻ്റെ വാർഷിക മഹാസമ്മേളനങ്ങൾ. അതുകൊണ്ട് ഇതിനു മുമ്പ് ആർക്കും രചിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള മഹത്തായ ഐതിഹാസികമായ ചരിത്ര സംഭവങ്ങളാക്കി ഓരോ വാർഷികങ്ങൾ ഇവിടെ നടത്തി വന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ 90ാമത് വാർഷികം ആലപ്പുഴയിൽ നടത്തുകയാണ്. അതിൻ്റെ ഉദ്ഘാടന സമ്മേളനം മംഗലാപുരം ശംസുൽ ഉലമ നഗർ നെഹ്റു മൈതാനിയിൽ വെച്ച് നമ്മളെല്ലാം നടത്തി. അതും മംഗലാപുരത്ത് കർണാടകയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും മനസ്സ് ശുദ്ധീകരിക്കുകയും ശ്രദ്ധ തിരിക്കുകയും ചെയ്യത്തക്ക രൂപത്തിലുള്ള ഒരു മഹാസമ്മേളനം നമുക്ക് നടത്താൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. പലരും അതുകൊണ്ട് മനസ്സ് തുറന്നിട്ടുണ്ട്. പലരും എന്നോട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ശ്രമങ്ങൾ, അതായത് ഇതുപോലുള്ള ശ്രമങ്ങൾ ഒരു 10 വർഷം മുമ്പ് ഈ കർണാടകയിൽ ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ ഇതാകുമായിരുന്നില്ല കർണാടകയുടെ രൂപം എന്ന് അവർ ഓരോരുത്തരും നമ്മളോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാര്, ഇത് വെറുതെ പറയുന്നതല്ല, അത്രയ്ക്ക് ചലനം അത് സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സമ്മേളനമാണ് ആലപ്പുഴയിൽ നടക്കുന്നത്. അതിൽ നമ്മളെല്ലാവരും ഭാഗവാക്കായിട്ട് ആ മഹാസമ്മേളനത്തിന് ഉജ്ജ്വല വിജയമാക്കി തീർത്ത് ലോകത്തിനു മുമ്പിൽ ദീനുൽ ഇസ്ലാം അതിൻ്റെ തനിമ കാത്തു സൂക്ഷിക്കുന്നതിൽ നമുക്ക് വേറെ മറ്റൊന്നും കാര്യവുമില്ല. പുതിയ ലക്ഷ്യങ്ങളൊന്നുമില്ല. സമസ്തയെ സംബന്ധിച്ചിടത്തോളം പുതിയ മുഹദ്ദസത്തുകളായ ഒരു ലക്ഷ്യവുമില്ല. ദീനിനെ അതിൻ്റെ തനതായ രൂപത്തിൽ അതിൻ്റെ തനിമയോടുകൂടെ എന്നെന്നും കാത്തു സൂക്ഷിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു ലക്ഷ്യവുമില്ല. ഈ മഹാപ്രസ്ഥാനത്തിൽ, ഈ ദീവാൻ സാലിഹീൻ്റെ മഹാപ്രസ്ഥാനത്തിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഗൗസിനെ പോലെയും കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഖുതുബിനെ പോലെയും വിരാജിച്ചിരുന്ന ഈ മഹാപ്രസ്ഥാനം അതിൻ്റെ 40 മെമ്പർമാരോടുകൂടെ, അതും വലിയ വലിയ മഹാത്മാക്കൾ, കോട്ടബൽ അബൂബക്കർ മുസ്ലിയാർ തുടങ്ങിയുള്ള വലിയ വലിയ മഹാത്മാക്കൾ ഉൾക്കൊള്ളുന്ന ആ മഹാസദസ്സിൽ നിന്നിട്ട് അവരെ ധിക്കരിച്ചുകൊണ്ടിട്ട്, ആത്മീയമായ ആ മഹാസംഭവത്തെ ധിക്കരിച്ചുകൊണ്ട് 6 ആള് ഇറങ്ങിപ്പോവുകയുണ്ടായി. സഹോദരന്മാരെ, ഇതിനെ ഒരു ആത്മീയ നിയമം കൊണ്ടും ശരിയാണെന്ന് പറയാൻ കഴിയില്ല. ഒരു ആത്മീയമായി ചിന്തിക്കുന്ന ഒരാൾക്കും ഇത് ശരിയാണ് എന്ന് പറയാൻ കഴിയില്ല. തെറ്റ് തന്നെയാണ്. മാത്രമല്ല, ഭൗതികമായ നിയമത്തിലും, ഭൗതികമായ നിയമം എന്ന് പറഞ്ഞാൽ അതായത് 40 ആളുള്ള ഒരു സദസ്സിൽ 6 ആള് മാത്രം, ബാക്കി 34 അവിടെ ഉണ്ട്. അത് വലിയ വലിയ മഹാന്മാർ. അവരെ ധിക്കരിച്ചു കൊണ്ടിട്ട് 6 ആള് പുറത്തു പോയിട്ട് ഒരു സമസ്ത ഉണ്ടാക്കിയാൽ അത് സമസ്തയാകുമോ? ഭൗതികമായ നിയമം അനുസരിച്ചും അത് തെറ്റ് തന്നെയാണ്. ഇത് ലോകം മനസ്സിലാക്കണം. വഴുതി പോകാൻ പാടില്ല ഓരോരുത്തരും. പിന്നെയോ എന്ന് മാത്രമോ അവർ കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ നോക്കണ്ടേ? വെറും തെറ്റ് എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ പോലും അവർ കറ്റുകെട്ടി ഉണ്ടാക്കി പറയാൻ മടിക്കാതെ ലോക ജനതയെ വഞ്ചിക്കുന്ന അതുവരേക്കും അവർ അധപ്പതിച്ചു പോയിരിക്കുകയാണ്. അവർ നബി തങ്ങൾ പണ്ട്, അതായത് വെള്ളം കുടിച്ച പാത്രം എന്ന് പറയുന്ന ഒരു പാത്രം ഇവിടെ പ്രദർശിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അത് പ്രദർശിപ്പിക്കുമ്പോൾ നെറ്റിലൂടെ എനിക്ക് ഒരാൾ ആ പാത്രം ഇങ്ങനെ തിരിച്ചും മറിച്ചും കാണിച്ചു തന്നു. അപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ ബാക്കിൽ ഏതാണുള്ളത്? ഇസ്രായേലിൻ്റെ അടയാളമായ ഡേവിഡ് സ്റ്റാറാണ് അതിൻ്റെ ബാക്കിൽ. നിങ്ങൾക്ക് ഇന്ന് പോയി നോക്കിയാൽ കാണാവുന്നതാണ്. ഡേവിഡ് സ്റ്റാറാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ഡേവിഡ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ 6 കോണുള്ള നക്ഷത്രം. അതായത് കർണാടക ബാങ്കിൻ്റെയും കാണാം. ഇത് നാസികളുടെയും ഇസ്രായേലിൻ്റെയും അടയാളമാണ്. അത് ഒരു ത്രികോണം മേലോട്ടും ഒരു ത്രികോണം താഴോട്ടും വെച്ചിട്ടുണ്ടാകുന്ന നക്ഷത്ര രൂപം. ഇതാണ് അതിൻ്റെ ബാക്കിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. എന്ന് മാത്രമല്ല, അത്യാധുനികമായ കാലിഗ്രാഫിയിലുള്ള
എഴുത്തുകളാണ് ആ ചട്ടിയിൽ എഴുതപ്പെട്ടിട്ടുള്ളത്. ഇത് കണ്ട ഞാൻ, ഇത് മനസ്സിലാക്കിയ ഞാൻ ലോകത്തോട് പറയേണ്ട കടമയില്ലേ സഹോദരന്മാരെ? ഇത് നബിതങ്ങൾ വെള്ളം കുടിച്ച പാത്രമല്ല, ഇത് ഏതോ ജൂതന്മാരുണ്ടാക്കിയ പാത്രമാണ് എന്ന് മനസ്സിലായ ഞാൻ അത് ലോകത്തോട് പറഞ്ഞു കൊടുക്കേണ്ട കടമയുണ്ടോ? തീർച്ചയായും ഉണ്ട്. അതേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇതാണ് അവരുടെ ചെയ്തി. ഇങ്ങനെ ആ സദസ്സിൽ നിന്ന് പുറത്തു പോയിട്ട് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അങ്ങനെ. പിന്നെ മുടിയാണെങ്കിൽ അതിൻ്റെ DNA ടെസ്റ്റ് ചെയ്ത് നോക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളതാണ് അത് സ്ത്രീയുടെ മുടിയാണ്. ഈ സ്ത്രീയുടെ മുടി കൊണ്ടുവന്നിട്ട് മുടിക്കെട്ടും കൊണ്ടുവന്നിട്ട് ജനങ്ങളെ പറഞ്ഞു നിബിധങ്ങളുടെ മുടിയാണെന്ന് പറഞ്ഞ് അത് വെള്ളത്തിലിട്ട് കൊടുക്കുന്ന ഈ സമ്പ്രദായം അതാണ് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കടമയില്ലേ? ഇത് മനസ്സിലാക്കി കൊടുത്തതാര് ലോകത്ത്? അതേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തന്നെയാണ്. ശംസുൽ ഉലമ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു അസ്റാറഹുമ അവർ നേതൃത്വം നൽകി വന്ന ദീവാനുസ്സാലിഹീങ്ങളുടെ ദീവാനുസ്സാലിഹീന്റെ മാതൃകയിൽ സ്ഥാപിക്കപ്പെട്ട ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തന്നെ മാത്രമാണ് സഹോദരന്മാരെ. അതുകൊണ്ട് ഓരോരുത്തരും ഇത്തരം വഞ്ചനകളിൽ ഏറെ എന്ത് രൂപം കണ്ടാൽ ശബ്ദം കേട്ടാലും വഞ്ചിതരായി പോകാൻ പാടില്ല. പിന്നെ ചിലർ അതിൽ വീണുപോയി വാല് മുറിഞ്ഞ കുറുക്കന്മാരുടെ കഥ പറഞ്ഞ പോലെയാണ്. കാരണം എൻ്റെ സുഖമേ റാഹത്തി, കാരണം നിങ്ങൾക്കൊന്നും അറിയില്ല എൻ്റെ വാല് മുറിഞ്ഞപ്പോ എന്നുള്ള രൂപത്തിൽ മാത്രം അത് അടങ്ങി. ഇങ്ങനെ ഇത്രയും വലിയ തെറ്റ് കണ്ടിട്ടും കണ്ണു തുറക്കാതെ വായുമുണ്ടാതെ നിൽക്കുന്ന ഒരാളെയും പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ എഴുതപ്പെടാൻ പാടുള്ളതല്ല സഹോദരന്മാരെ. ആര് എന്ത് പറഞ്ഞാലും ശരി, അത് അനുകൂലിക്കുന്നവരാരും ശരി, നിങ്ങൾക്ക് ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു തന്നിട്ടില്ല എന്ന് എവിടെയും ആർക്കും പറയാൻ സാധ്യമല്ല, അതിനെ അനുകൂലിക്കുന്നവർക്ക് സഹോദരന്മാരെ. അതുകൊണ്ട് ആ മഹാപ്രസ്ഥാനമായ സമസ്തയെ നിങ്ങൾ ശക്തിപ്പെടുത്തുക, അതിൻ്റെ 90-ാം വാർഷികം വലിയ വിജയമാക്കി കൊടുക്കുക. അതിനുവേണ്ടി നമുക്കെല്ലാം സഹകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ ഞാൻ ഒരുങ്ങുകയാണ്. റഹ്മാനായ റബ്ബ് മരിക്കുന്നതുവരേക്കും നമ്മളെല്ലാവരെയും അവൻ്റെ ദീനിൻ്റെ ദഅവത്തിലും ഖിദ്മത്തിലും നിലനിർത്തി തരുമാറാകട്ടെ. അതിനുള്ള ശേഷിയും തൗഫീഖും അല്ലാഹു കരിഞ്ഞരുളുമാറാകട്ടെ. നാളെ അവൻ്റെ ലിഖാഇൽ മുത്തുനബി മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അംബിയാ മുർസലീങ്ങൾ, സിദ്ദീഖീങ്ങൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സാലിഹീങ്ങൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകളെ കൂടെ നമ്മയും നമ്മുടെ അഹ്ലിനെയും ഒരുമിപ്പിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, നാളെ നിന്റെ ലിഖായിൽ അവരോടൊപ്പം ഞങ്ങളെയും ഞങ്ങളെ അഹ്ലിനെയും ഞങ്ങളെ സ്നേഹവലയങ്ങളെയും ഉൾപ്പെടുത്തി തരണം റഹ്മാനെ. ആമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ಇಲ್ಲಿ ಕೆಲವರು ಮಾತ್ರ ಅತ್ಯುನ್ನತ ಶಿಖರಕ್ಕೇರುತ್ತಾರೆ. ಅಂತಹ ಓರ್ವ ಅಪರೂಪದ ವ್ಯಕ್ತಿಗಳ ಪಟ್ಟಿಯಲ್ಲಿ ಉಸ್ಮಾನ್ ಧಾರ್ಮಿ ಸುಮಾರು 20 ವರ್ಷಗಳ ಸುದೀರ್ಘ ಸೇವೆಯಲ್ಲಿ ತನ್ನನ್ನು ತಾನು ತೊಡಗಿಸಿಕೊಂಡಂತಹ ಸದರ್ ಮುಹಿದ್ದೀನ್ ಜುಮಾ ಮಸೀದಿ ಗಡಿಯಾರ ಇದರ ಸದರಾಗಿ ಗುರುತಿಸಲ್ಪಟ್ಟಂತಹ ಉಸ್ಮಾನ್ ಧಾರ್ಮಿ ಅವರು ಇವರಿಗೆ ಬಹುಮಾನಪಟ್ಟ ಮಂಗಳೂರು ಕಾಜಿ ಸಮಸ್ತ ಕೇರಳ ಜಮಿಯತ್ತುಲ್ ಉಲಮಾ ಇದರ ಸದಸ್ಯರಾದ ಬಹುಮಾನ ತಾಕ ಅಹಮದ್ ಮುಸ್ಲಿಯಾರ್ ಅವರು ಶಾಲು ಹೊದಿಸಿ ಸ್ಮರಣಿಕೆಯನ್ನು ನೀಡಿ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಆತ್ಮೀಯವಾಗಿ ಸನ್ಮಾನ ಮಾಡಬೇಕಾಗಿ ವಿನಂತಿಸ್ತಾ ಇದ್ದೇವೆ. ಬಿಬರಕತಿ ಬಿಸ್ಮಿಲ್ಲಾಹಿ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಲಾ ಇಲಾಹ ಇಲ್ಲಲ್ಲಾಹು ಅಲ್ಲಾಹು ಅಕ್ಬರ್ ವಲಿಲ್ಲಾಹಿಲ್ ಹಮ್ದ್. 20 ವರ್ಷಗಳ ಕಾಲ ಸುದೀರ್ಘವಾಗಿ ಸದರಾಗಿ ಸೇವೆ ಸಲ್ಲಿಸಿದ ಉಸ್ಮಾನ್ ಧಾರ್ಮಿಯವರಿಗೆ ಇದೀಗ ಈ ಕಾಲಂಪಾಡಿ ಉಸ್ತಾದ್ ವೇದಿಕೆಯಲ್ಲಿ ಅರ್ಥಪೂರ್ಣವಾದಂತಹ ಸನ್ಮಾನ ಸಮಾರಂಭ. ಇದೀಗ ನಮ್ಮ ಕಾರ್ಯಕ್ರಮವನ್ನು ಮುಂದುವರಿಸ್ತಾ ಇದ್ದೇವೆ. ಅಬೂಬಕರ್ ಸಿದ್ದೀಕ್ ಫೈಜಿ ಅವರು ನಮ್ಮ ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಉದ್ದೇಶಿಸಿ ಕೆಲವು ಮಾತುಗಳನ್ನು ಆಡಬೇಕು, ಕೆಲವು ಪ್ರಸ್ತಾವನೆಯನ್ನು ಮಾಡಬೇಕಾಗಿ ವಿನಂತಿಸ್ತಾ ಇದ್ದೇವೆ. ನಮ್ಮ ಅಬೂಬಕರ್ ಸಿದ್ದೀಕ್ ಫೈಜಿ ಅವರು ಧಾರ್ಮಿಕ ಗುರುವರಿಯರು
ಅಬೂಬಕರ್ ಸಿದ್ದಿಕ್ ಫೈಜಿ ಅವರನ್ನ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಆಹ್ವಾನಿಸ್ತಾ ಇದ್ದೇವೆ. ಇದೀಗ ತಾನೇ ಆಗಮಿಸಿದ ಮುಖ್ಯ ಪ್ರಭಾಷಣೆಯಲ್ಲಿರುವ ಸತ್ಯಸಂಧತೆಯ ಮಾತಿನೊಂದಿಗೆ ಸಮರ್ಪಕ ಶೈಲಿಯಲ್ಲಿ ಸಂಪೂರ್ಣ ಸಂಪತ್ತಿನ ಸತ್ಕಾರ್ಯವನ್ನು ಸಂಧ್ಯಾಕಾಲದ ಈ ಸಂಜೆ ಸನ್ಮಾರ್ಗದ ಸನ್ನಿಧಿಗೆ ಸಂಪನ್ನಗೊಳಿಸುವಲ್ಲಿ ಸಮರ್ಪಕವಾಗಿ ಸಮುದಾಯವನ್ನು ಸತ್ಯದೆಡೆಗೆ ಸಂಕ್ರಾಂತಿ ಮೂಡಿಸಬಲ್ಲ ಮಾತಿನ ಮಧುರತೆಯ ಮುಖ್ಯ ಪ್ರಭಾಷಣದ ಸಾರಥ್ಯ ವಹಿಸಿದ ಸಾರ್ವತ್ರಿಕ ಸಭಾಪತಿ, ಸುದೀರ್ಘ 10 ಗಂಟೆಗಳ ಯಾತ್ರೆ ಅನುಭವಿಸಿ ಈ ಮಹಾ ಸಮ್ಮೇಳನಕ್ಕೆ ಆಗಮಿಸಿದ ಡಾಕ್ಟರ್ BR ಅಂಬೇಡ್ಕರ್ ಪ್ರಶಸ್ತಿ ಪುರಸ್ಕೃತ ಅಂತಾರಾಷ್ಟ್ರೀಯ ವಾಗ್ಮಿ, ಸಮಸ್ತ ಕೇರಳ ಸುನ್ನಿ ಸ್ಟೂಡೆಂಟ್ಸ್ ಫೆಡರೇಷನ್ ಕೇಂದ್ರ ಸಮಿತಿ ಕೋಶಾಧಿಕಾರಿ, ಕರ್ನಾಟಕಕ್ಕೆ ಪ್ರಥಮ ಬಾರಿ ಆಗಮಿಸಿದ ಬಹುಮಾನ್ಯರಾದ ಬಶೀರ್ ಫೈಜಿ ದೇಶಮಂಗಲಂ, ನಿಂಗಲಾನ್ ಉನ್ನದನ್ಮಾರ್ ಅಂತುಮುನ್ ಔಲೌನ್ ನಿಂಗಲಾನ್ ಉನ್ನದನ್ಮಾರ್ ಎಂಬ ವಿಷಯದಲ್ಲಿ ಸುದೀರ್ಘ ಪ್ರಭಾಷಣಕ್ಕಾಗಿ ആദരപൂർവകമായി സ്വാഗതിസ്താ ಇದೆ. ബഷീർ ഫൈസ് പ്രസംഗിക്കുന്നതിന് മുമ്പ് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ സംസ്ഥാന സെക്രട്ടറിയും പ്രഭാഷകരുമായ ബഹുമാനപ്പെട്ട ഷഫീഖ് ഫൈസി കായംകുളം അല്പനേരം ബർക്കത്തിന് വേണ്ടി നിങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നു. അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു. ഈ പ്രാവശ്യം സമസ്തയുടെ സമ്മേളനം നടക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ മനോഹരമായ കടൽ, ആ കടൽക്കരയിൽ കോഴിക്കോട് കടപ്പുറത്തിനേക്കാൾ 8 ഇരട്ടി വലിപ്പമുള്ള ലക്ഷങ്ങൾ സംഗമിച്ചാലും മതിവരാത്ത ആലപ്പുഴ കടലിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ വർഷത്തെ 90ാമത് സമ്മേളനം നടക്കുമ്പോൾ ഈ മംഗലാപുരത്തെ, ഈ കർണാടകയിലെ ഈ വേദികളിൽ നിന്നുകൊണ്ട് നമുക്ക് ഉച്ചൈസ്വരം പറയാം, സമസ്ത എന്നാൽ ഞങ്ങൾ വരുന്ന വഴിയിൽ ഈ പ്രിയപ്പെട്ട ഇവിടുത്തെ ഒരു സുഹൃത്തിൻ്റെ അനൗൺസ്മെൻറ്റ് ഞങ്ങൾ കേട്ടപ്പോൾ അവിടെ ആദ്യം ഞങ്ങൾ കേട്ടത് സമസ്ത എന്നാൽ ആദർശമാണ്, ആഡംബരമല്ല. ആ ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് സമസ്തയുടെ പണ്ഡിതന്മാർ ഇന്നും, നമുക്കറിയാം, അവരുടെ വിനയാന്വിതമായ സേവനം, നിസ്വാർത്ഥമായ സേവനം, ആഡംബരങ്ങളുടെ പിറകിലേക്ക് പോകാതെ, ആഡംബരങ്ങളുടെ പിന്നാമ്പറങ്ങൾ തേടിപ്പോകാതെ നിസ്വാർത്ഥമായ സേവനം നടത്തിക്കൊണ്ട് 9 പതിറ്റാണ്ട് 90 വർഷക്കാലം ആ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വിധേയമാകാതെ 1400 വർഷങ്ങൾക്ക് മുമ്പ് ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്ന ആ ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇന്നും കർമ്മവീഥികളിൽ ഊർജ്ജസ്വലരായി വിനയത്തിൻ്റെ ആൾരൂപങ്ങളായി നമുക്ക് മുമ്പ് നിൽക്കുമ്പോൾ ആ ആദർശ പ്രസ്ഥാനമല്ലാതെ നമുക്ക് വേറെ എന്നുണ്ട്? നാളെ സ്വർഗത്തിൻ്റെ മുതൽക്കൂട്ടായിട്ട്, നാളെ പാരത്രിക മോക്ഷത്തിന് വിജയം കൈവരിക്കാനായിട്ട് ഈ പ്രസ്ഥാനമല്ലാതെ നമുക്ക് വേറെയില്ല. അതിൻ്റെ അണികളാകുക, അതിൻ്റെ പ്രവർത്തകരാകുക എന്നുള്ളത് നമ്മുടെ ധാർമ്മികപരമായ ഉത്തരവാദിത്തമാണ്. അത് മുറുകെ പിടിച്ചുകൊണ്ട് നാളെ ഫെബ്രുവരിയിൽ 11, 12, 13, 14 തീയതികളിൽ ആലപ്പുഴയിലെ കടലോരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് നമുക്കൊരു പുതിയ ചരിത്രം കുറിക്കണം. അതിനുവേണ്ടി നിങ്ങളെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജില്ലയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. സുദീർഘമായി ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, പ്രഭാഷണത്തെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞാനും ഇത്രയും ദൂരം താണ്ടി വന്നത്, പല പരിപാടികളും ക്യാൻസലാക്കി താണ്ടി വന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ പ്രഭാഷണം കേൾക്കുവാനും ആസ്വദിക്കുവാനും, ഒപ്പം ഈ കർമ്മോത്സരായ ഈ പ്രവർത്തകരെ കാണുവാനും, ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനകളിൽ വിനീതനായി എന്നെയും ഉൾപ്പെടുത്തണമേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പ്രസ്ഥാനത്തെ ഈ പരിപാടിക്ക് വേണ്ടി ആരൊക്കെ കഷ്ടപ്പെട്ടുണ്ടോ ആ പ്രവർത്തനങ്ങളെയൊക്കെ അല്ലാഹു തആല സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ സമസ്തയുടെ മുഴുവൻ പണ്ഡിതന്മാർക്കും അല്ലാഹു തആല ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദിന് അല്ലാഹു തആല പൂർണ്ണ ആരോഗ്യം നൽകിയിട്ട് ഇനിയും ഞങ്ങൾക്ക് നേതൃത്വ നിരയിൽ മുൻപന്തിയിൽ നിൽക്കുവാൻ അല്ലാഹു തആല ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗത്തെ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا
إله إلا الله الموجود بكل زمان لا إله إلا الله